വിഷ്ണുമായ എന്ന് പറയുന്ന വാസ്തവത്തിൽ പഞ്ചേന്ദ്രിയ തത്വമാണ് പറയുന്നത്. ഓരോ ചാത്തന്മാർക്കും അത് കരിങ്കുട്ടി പഞ്ചഭൂത തത്വമാണെങ്കിൽ വിഷ്ണുമായ പഞ്ച ഇന്ദ്രിയങ്ങളുടെ തത്വമാണ്. കണ്ണ്, മൂക്ക്, നാവ്, നമ്മുടെ ത്വക്ക്, ചെവി, ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളുടെ ആയിട്ടുള്ള ധനത്തിൻ്റെ ധനാകർഷണം എന്ന സങ്കല്പത്തിലുള്ള ഭൈരവ സങ്കല്പമുണ്ട്. പൊന്മുടിച്ചാത്തൻ എന്ന സങ്കല്പം നമ്മുടെ പഞ്ചമൂർത്തി വന്നതിൽ പ്രധാനപ്പെട്ട മൂർത്തിയാണ്. അതുപോലെ നേത്രത്തിൻ്റെ വരുന്നത് മഷിക്കുട്ടി സങ്കല്പം വരുന്നു. കർണത്തിൻ്റെ കർണച്ചാത്തൻ സങ്കല്പം വരുന്നു. മായക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്വക്കിൻ്റെ ഒരു സങ്കല്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ സുവർണ ഭൈരവൻ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അതിൻ്റെ തന്നെ ബാലസ്വരൂപമായിട്ട് വരുന്ന നമ്മുടെ വാണിഭക്കുട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊന്മുടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിഷ്ണുമായ സങ്കല്പങ്ങളുണ്ട്. ഇത് ഓരോ കുലത്തിനും അനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. പൊന്മുടിച്ചാത്തനോ അല്ലെങ്കിൽ വാണിഭച്ചാത്തനോ എന്ന രീതിയിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ 5 കരുക്കൾ പഞ്ചമൂർത്തി ബന്ധം ഈ പറയുന്ന ചാത്തന്മാരാണ്. വിഷ്ണുമായ എന്ന് പറയുന്ന വാസ്തവത്തിൽ പഞ്ചേന്ദ്രിയ തത്വമാണ് പറയുന്നത്.